അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നരേന്ദ്രമോദിയെക്കാളും ഇന്ത്യ ഭരിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ, ഒരു രാജ്യം ഭരിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ, അത് രാഹുൽ ഗാന്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ മുഴുവനും സംഘപരിവാറിൻ്റെ തെറിവിളികളായിരുന്നു. എന്തൊക്കെ തെറിവിളികളാണ്! ഞാൻ മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇദ്ദേഹം, BJPയുടെ ഉന്നത നേതാവായ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇദ്ദേഹം 10 വർഷക്കാലം ഇന്ത്യ ഭരിച്ചിട്ട് പോലും ഇന്ത്യക്ക് പുരോഗമനം എന്ന സംഭവം ഉണ്ടായിട്ടില്ലെന്നുള്ളത് വാസ്തവമാണ്. അതിലുപരി മുൻകഴിഞ്ഞ പ്രധാനമന്ത്രിമാർ കൊണ്ടുവന്നതായ ഇന്ത്യയുടെ ഒരുപാട് വികസനങ്ങളെ വിറ്റഴിച്ചെന്നുള്ളതും മറ്റുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നരേന്ദ്രമോദിയെക്കാളും യോഗ്യൻ രാഹുൽ ഗാന്ധിയാണെന്നുള്ള എൻ്റെ ആ അഭിപ്രായം, അതെൻ്റെ മാത്രം അഭിപ്രായം മാത്രമല്ല, സംഘപരിവാറിൻ്റെ ആളുകളുടെയും അഭിപ്രായം കൂടിയാണത്. കാരണം നിങ്ങൾ ഈ കൂടി ഒന്ന് കണ്ടു നോക്കുക. BJP വനിതാ നേതാവായ ശൗമിക എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് പ്രസംഗിച്ച പ്രസംഗമാണിത്. അവരതിലൂടെ പറയുന്നുള്ളത്, അവരതിലൂടെ തൻ്റെ മുമ്പിലിരിക്കുന്ന അണികളോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇന്ത്യ ഭരിക്കാൻ ഏറ്റവും യോഗ്യനായ ആളെന്ന് ചോദിക്കുമ്പോൾ ഉടനടി അവിടെ നിന്ന് എല്ലാവരും ഒരേ സ്വരത്തോടു കൂടി RSSൻ്റെ ആളുകളായ, സംഘപരിവാറിൻ്റെ ആളുകളായ അണികൾ തന്നെ പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി എന്ന്. അഥവാ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ ഭരിക്കാൻ ഏറ്റവും യോഗ്യൻ. അഥവാ അവിടെ വായിൽ നിന്ന് അറിയാതെ സത്യം പുറത്തു വന്നു. ഇത്രയും വർഷക്കാലം ഒളിപ്പിച്ചു വച്ചതായ, മൂടി വച്ചതായ സത്യം അവരുടെ വായിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമുണ്ട്, സത്യം എത്ര മറച്ചു വെച്ചാലും അതൊരു ദിവസം പുറത്തു വരും. അവിടെ പ്രസംഗിച്ച ആ വനിത പോലും അത്ഭുതപ്പെട്ടു, തൻ്റെ അണികൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നുള്ളതെന്ന്. കാരണം ഒരുപാട് ആളുകൾക്ക് ഈ 10 വർഷക്കാലം നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായ, ഒരു രാജ്യം ഭരിക്കാൻ യോഗ്യനല്ല നരേന്ദ്രമോദി എന്നുള്ള ആ വാസ്തവം എല്ലാവർക്കും ബോധ്യമായെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ആളുകൾ മോദിക്ക് വേണ്ടി പ്രസംഗിച്ചപ്പോൾ, മോദിക്കെതിരായി സംസാരിച്ചപ്പോൾ എന്തിനാണ് എല്ലാ ആളുകളും ഇങ്ങനെയുള്ള വിളികളുമായി മുമ്പോട്ട് വരുന്നുള്ളത്? ധ്രുവ് റാദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 29 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഇന്ത്യക്ക് പുറത്തു നിന്നുകൊണ്ട് ആ നരേന്ദ്രമോദിയുടെ കള്ളത്തരങ്ങളും BJP ഗവൺമെൻറ്റിൻ്റെ പൊള്ളത്തരങ്ങളും എല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊണ്ടുവന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത്? നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള അഴിമതികളും ഇങ്ങനെയുള്ള പൊള്ളത്തരങ്ങളും വർഗീയതകളും നിറഞ്ഞ ഒരാൾ ഇന്ത്യ ഭരിച്ചാൽ എന്തുകൊണ്ടും ഇന്ത്യ എന്ന മഹാരാജ്യം നശിച്ചു പോവുകയുള്ളൂ. ഇനിയും നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി വരുന്നുള്ളതെങ്കിൽ ഇന്ത്യയുടെ കാര്യം കട്ടപ്പുക തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ പിന്നൊരു കാര്യം കൂടി പറയാം. BJP ഗവൺമെൻറ് എന്നുള്ളത്, മോദിയുടെ ടീം എന്നുള്ളത് പീഡനക്കാർക്കും അതേപോലെ തന്നെ കൊലപാതകൾക്കും അക്രമികൾക്കും സംരക്ഷണം കൊടുക്കുന്ന ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട്. അഥവാ പ്രജ്വാൽ രേവണ്ണ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം സ്ഥാനാർത്ഥി നിന്നപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നതിൽ ഒരാൾ നരേന്ദ്രമോദിയാണ്. ആരാണ് ഈ പ്രജ്വാൽ രേവണ്ണ എന്ന് പറയുന്ന ഈ മനുഷ്യൻ? ഇദ്ദേഹം ആരാണ്? 18 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകളെ പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണിത്. സ്വന്തം 60 വയസ്സുള്ള ഒരു വേലക്കാരി, തൻ്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരു വേലക്കാരി, ആ വേലക്കാരെ പീഡിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ ആ പ്രജ്വൽ എന്ന് പറയുന്ന അദ്ദേഹത്തോട് ആ വേലക്കാരി പറയുന്നുണ്ട്, ആ മനുഷ്യനോട് ആ വേലക്കാരി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനും നിൻ്റെ അച്ഛൻ്റെ അച്ഛനും ഭക്ഷണം കൊടുത്ത കൈകളാണിത്, അവർക്ക് വേണ്ടി ജോലി ചെയ്ത ബോഡികളാണിത്, എന്നെ ഉപദ്രവിക്കല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവരെ പോലും വെറുതെ വിടാതെ ബലാത്സംഗം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് ഉപദ്രവിച്ചൊരു വ്യക്തിയാണ് പ്രജ്വൽ രേവണ്ണ. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി വോട്ട് ചോദിച്ചത്. നിങ്ങൾ പ്രജ്വാലിന് വേണ്ടി വോട്ട് ചെയ്യൂ, അത് എന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞത് ഇതേ നരേന്ദ്രമോദിയാണ്. ഇങ്ങനെ അക്രമികളെയും കൊലപാതകളെയും പീഡനക്കാരെയും എല്ലാം സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയെ ഇനി നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഭവിഷ്യത്ത് ഞങ്ങളെല്ലാവരും അനുഭവിക്കേണ്ടവരാണ്.
മുസ്ലിങ്ങളെ പുറത്താക്കുക, മറ്റുള്ള പാവപ്പെട്ടവർക്ക് ഇവിടെ ജീവിക്കാനും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ അവകാശമില്ല എങ്കിൽ എന്തിൻ്റെ ഭരണമാണിത്? സ്വന്തം വീട്ടിലെ അമ്മമാരെയും സ്വന്തം വീട്ടിലെ പെങ്ങന്മാരെയും ഭാര്യമാരെയും മക്കളെയും എല്ലാം പീഡിപ്പിച്ചാൽ മാത്രമേ ഇവർക്കൊക്കെ ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവുകയുള്ളൂ. എത്ര ആളുകളാണ് ഇവരുടെ ഈ അക്രമങ്ങൾ മൂലം കൊല്ലപ്പെട്ടു പോയത്? ഒരുപാട് ആളുകളുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെയാണ്, ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞാൻ വിജയിപ്പിക്കുന്നുള്ളതിൽ ഒന്ന് ഓർത്തുകൊള്ളുക. ഇനിയും നമ്മുടെ രാജ്യമെങ്ങാനും അവരുടെ കയ്യിലേക്ക് എത്തിയാൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല, ഇവിടെ മറ്റു പല ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റൂല. എന്തായാലും അവരുടെ കൈകളിലേക്ക് ഇനിയും ഇന്ത്യ പോയാൽ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഭരണം, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഭരണം അവരുടെ കൈകളിലേക്ക് പോയാൽ തീർച്ചയായിട്ടും നാശത്തിലൂടെയായിരിക്കും ഇന്ത്യയുടെ ഓരോ ചുവടുകളും. അത് ഓർത്തുകൊള്ളുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.